തരത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് വരുന്നത്. പക്ഷേ നേരത്തെ അന്വേഷണ സംഘത്തലവനായിരുന്ന ശ്രീ ഹരിശങ്കർ വളരെ കൃത്യമായിട്ട് ഇരയുടെ മൊഴി ഉണ്ടായിരുന്നു. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയും അത് സ്ഥാപിക്കാനായാൽ തന്നെയും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരണമെന്നത് നേരത്തെ നിരവധിയായിട്ടുള്ള നീതിന്യായ കോടതിയിലെ വിധികൾ ഉണ്ട്. എന്നിട്ടും ഇങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കും. ഈ ശാസ്ത്രീയമായുള്ള തെളിവുകൾ സ്ഥാപിക്കാനായി ഇരയുടെ മൊഴിയിൽ അവർ അവസാനം വരെ ഉറച്ചു നിന്നു. അത് കൊറോബറേറ്റ് ചെയ്ത് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായത് എന്നത് പരിശോധനയിലൂടെ അപ്പീലിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. 164 സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ, കോടതിയിൽ കന്യാസ്ത്രീ പറഞ്ഞല്ലേ പ്രധാനപ്പെട്ട കാര്യം. കോടതി പറഞ്ഞ മൊഴി കോടതി അവിശ്വസിച്ചു. അവർ പറഞ്ഞ മൊഴി അവിശ്വസിച്ചു, അത് ആവർത്തിച്ചു. അതിനകത്ത് ഒരു പ്രോസിക്യൂഷന് എതിരായ ഒരുപാട് ഘടകങ്ങൾ ഈ കേസിലുണ്ട്. പ്രോസിക്യൂഷൻ രേഖകൾ തിരുത്തിയിട്ടുണ്ട്, അത് തെളിഞ്ഞു. മെഡിക്കൽ കോളേജിലെ ചില റെക്കോർഡുകൾ തിരുത്തി, അതിൻ്റെ ഒറിജിനൽ റെക്കോർഡ് പ്രതിഭാഗം വിളിച്ചു വരുത്തിയപ്പോൾ ആ പ്രോസിക്യൂഷൻ റെക്കോർഡുകളിലൊക്കെ ബലാത്സംഗം ഉണ്ടെന്ന് കാണിക്കുന്ന രേഖകളിലൊക്കെ തിരുത്തലുള്ളതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ബിഷപ്പ് ഫ്രാങ്കോ അവർക്കെതിരായിട്ടൊരു എൻക്വയറി ഓർഡർ ചെയ്തിരുന്നു. ആ എൻക്വയറി ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ ഈ കംപ്ലയിൻറ്റുമായിട്ട്, ആ എൻക്വയറി ഓർഡർ ചെയ്ത ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഈ കംപ്ലയിൻറ്റുമായിട്ട് ആദ്യം വരുന്നത്. അപ്പോൾ ഇതൊന്നും വിശദീകരിക്കാനോ ഇതൊന്നും കോടതിയിൽ തെളിവുകൾ നൽകി സാധൂകരിക്കാനോ കഴിഞ്ഞില്ല. പിന്നെ അവരൊരുപാട് പേരോട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളെല്ലാം കോടതി എന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതെല്ലാം സഭാ നേതാക്കന്മാർ അവരാരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരാരും ഹോസ്റ്റലിലില്ല. അവരുടെ എല്ലാം പോലീസിൽ കൊടുത്ത മൊഴിയിലും മജിസ്ട്രേറ്റിൽ കൊടുത്ത മൊഴിയിലും ഒക്കെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു. അത് അവർ ഒരു സെറ്റായിട്ട് നിൽക്കില്ലേ? അത് തന്നെയല്ല. അതിനല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ സാക്ഷി അഭിലാഷ് മോഹനാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ അഭിലാഷ് മോഹൻ്റെ ക്ലോസ് എൻകൗണ്ടറിൽ അനുപമ എന്ന് പറഞ്ഞ കന്യാസ്ത്രീ കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഈ കോടതി വന്നത്. അഭിലാഷ് മോഹനെ ഞങ്ങൾ വിളിച്ചു വരുത്തി വിസ്തരിച്ച് ഈ കോടതി. അഭിലാഷ് മോഹൻ്റെ ഇൻ്റർവ്യൂയോടുകൂടിയാണ് അനുപമ പറഞ്ഞ മുഴുവൻ കള്ളമാണ് തെളിഞ്ഞത്. ഈ കേസ് നടക്കുന്നതിന് മുമ്പ് ഈ കന്യാസ്ത്രീകളുടെ സമരം നടക്കുന്ന സമയമുണ്ടല്ലോ വഞ്ചി സ്ക്വയറിൽ, ആ സമയത്ത് അവർ അഭിലാഷ് മോഹൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അനുപമ. ആ ഇൻ്റർവ്യൂവിൽ അനുപമ പറയുന്നുണ്ട് ഈ കേസൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതെന്ന്. ആ അഭിലാഷ് മോഹനെ ഇവിടെ വിളിച്ചു വരുത്തി ആ വീഡിയോ ഇവിടെ കോടതി പ്രദർശിപ്പിച്ചു. അഭിലാഷ് മോഹനെ സാക്ഷിയായിട്ട് വിസ്തരിച്ചു. DW 5 വിസ്തരിച്ചു. അഭിലാഷ് മോഹൻ ഇത് എന്നോട് പറഞ്ഞതാണെന്നും ഇതിനകത്ത് ഒരു തിരുത്തലും ഇല്ലെന്നും ഒരു എഡിറ്റിങ്ങും ഇല്ലെന്നും ഞാൻ പറഞ്ഞത് അതേപോലെ രേഖപ്പെടുത്തി സംപ്രക്ഷേപണം ചെയ്തതാണെന്നും ടെലികാസ്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു. അയാൾ റാറ്റിഫൈ ചെയ്തു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നിങ്ങളുടെ ഒരു മീഡിയ പേഴ്സൺ അഭിലാഷ് മോഹൻ. ആലഞ്ചേരി പിതാവിനോട് പറഞ്ഞിട്ടില്ലെന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞു. ആലഞ്ചേരി പിതാവിൻ്റെ മൊഴിയോ തന്നെയാണ്, പോലീസിലെ മൊഴിയോ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ പുറത്ത് പറയുന്നതല്ലേ, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇതിനൊന്നും ഒരു തെളിവുമില്ല. അവരെ വിസ്തരിച്ചില്ല പ്രോസിക്യൂഷൻ. ജലന്ധറിലെ മദർ ജനറലിനെ വിസ്തരിച്ചില്ല. പ്രധാനപ്പെട്ട പല സാക്ഷികളെ അവർ ഒഴിവാക്കി. ഇതിനകത്ത് 39 സാക്ഷികളെ വിസ്തരിച്ചു. ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല. കൂറുമാറാതെ തന്നെ മുഴുവൻ സാക്ഷികളും പറയുന്ന കള്ളമാണെന്ന് തെളിഞ്ഞു കോടതി. അതായി കേസ്. ശരി. പ്രതിഭാഗം അഭിഭാഷകനാണ് സംസാരിച്ചത്. ഈ കേസ് സംബന്ധിച്ച് ഇത് കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. ഈ കന്യാസ്ത്രീക്കെതിരായിട്ട് ഫ്രാങ്കോ മുളക്കൽ ഒരു നടപടിയെടുത്തതിലെ പ്രതികാര സംഗതി കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത് എന്നാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. സ്വാധീനിക്കാൻ ബിഷപ്പ് പോയില്ല, അതുകൊണ്ട് തന്നെ ഒരു സാക്ഷിയും കൂറുമാറിയില്ല. 39 സാക്ഷികളും ലോയൽ വിറ്റ്നസ്സാണ്. ഒരു സാക്ഷിയും കൂറുമാറിയിട്ടില്ല. ആ 39 സാക്ഷികളിൽ ആ കാര്യം ഇത് പരിഗണിച്ച കോടതി അവരെ അവിശ്വസിച്ചു. അതിന് ബിഷപ്പ് അവിടെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ? അതിൽ ഗവൺമെൻറ്റിലല്ല ബിഷപ്പ് പോകുന്നത്, അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലാണ് ബിഷപ്പ് പോകുന്നത്. അവിടെ എല്ലാ അച്ഛന്മാരും പിതാക്കന്മാരും ഒന്നും താമസിക്കുന്നതല്ല. അവിടെ താമസിക്കാൻ ഒരു കുഴപ്പമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല. പ്രോസിക്യൂഷൻ സാക്ഷികൾ ഓസ്ട്രേലിയയിലില്ല, പക്ഷേ അവരുടെ മൊഴികൾ ബിഷപ്പിന് അനുകൂലമാണ്. അവർ പോലീസോട് പറഞ്ഞു തന്നെ ഇവിടെയും പറഞ്ഞു, അവർ മാറി പറഞ്ഞില്ല. അവർ ഈ നമ്മൾ മീഡിയയിൽ കേൾക്കുന്ന പോലെ അല്ല, ഒരു സാക്ഷിയോടും ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും 4 വർഷം കഴിഞ്ഞ് പരാതി കൊടുക്കുന്നതിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യം. ഇന്റൻഷൻ അറിയാലോ. ക്രൈസ്തവ സഭകൾക്കെതിരായുള്ള ഒരു ആക്രമണം നടത്താൻ കിട്ടിയ ഒരു അവസരം അവരത് ഉപയോഗിച്ചു. ഇത് ക്രൂക്കഡായിട്ടുണ്ടാക്കിയ കഥയാണെന്ന് ആദ്യം മുതൽ അറിയാവുന്നതല്ലേ. ആദ്യം മുതൽ ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത ആളാണ്, എല്ലാ ചാനലും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അന്നുപോലെ പറഞ്ഞ് ബിഷപ്പ് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ക്രൈസ്തവ സഭകൾക്കെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂക്കഡ് സ്റ്റോറി. അതിന് എന്ത് സുഭാഷ് എന്ന് പറഞ്ഞ USP ഇപ്പം ചോദിക്കരുത്, അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം വേണ്ട കോടതിക്കകത്തുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ പുള്ളിയോട് ഇൻ്റർവ്യൂ നടത്താത്തത്? അന്നത്തെ ഇവിടുത്തെ SPI ഇൻ്റർവ്യൂ നടത്താത്ത തന്നെ. ഇവർ ഉണ്ടാക്കിയെടുത്ത കേസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതന്നെ. ബിഷപ്പ് ആദ്യം മുതൽ അവസാനം വരെ നിയമത്തിന് വിധേയനായിരുന്നു.
വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ പുള്ളി വന്നു. പുള്ളി ജാമ്യം എടുത്ത് പുള്ളി ഇവിടുന്ന് മുങ്ങിയില്ല. പുള്ളി അവസാനം വരെ കോടതിയിൽ വന്നു, ഇന്നും കോടതിയിൽ വന്നു. അതായത് സത്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉത്തമനായ ഒരു ക്രൈസ്തവൻ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇതൊന്ന് മാറി. ഇങ്ങനെ ആരോപണം ഉണ്ടായപ്പോഴേ ക്രൈസ്തവ സേവകനാണ്, അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി. നിങ്ങളത് തിരിച്ചു വരണം വരെ ആകട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഐ ക്യാൻ സ്പീക്ക്.